വീണ്ടും പോയിട്ട് ഒരു ലോണ്ടറി പ്ലെയറെ കൊണ്ട് തന്നെയാണ് വന്നത്. ഉള്ള സ്ക്വാഡിൽ നിന്ന് തന്നെ നല്ലൊരു ആ ഒരു പ്ലെയർ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത് ശരി. യഥാർത്ഥ മെന്റർഷിപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു മൂവിന് തുടക്കമിടുകയാണ്. ബിഹൈൻഡ് ഇതിന്റെ പാസ് പുറകിൽ നിന്നും ആകാശ് സാഗ്വാന്റെ ചാലഞ്ചാണ്. ഫ്രെഡി ആ ബോളിലേക്ക് വരുമ്പോഴേക്കും ഫ്രെഡിക്ക് അവിടെ ബ്ലോക്ക് നേരിടേണ്ടി വരുന്നു. വീണ്ടും നല്ല അവസരം അറ്റാക്കിംഗ് തെറിലേക്ക് വരുമ്പോൾ നമ്പർ ഓഫ് ആളുകൾ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് തെറിലേക്ക് വരുന്നുണ്ട്. അറ്റാക്കിംഗ് തെറിൽ എവിടെയോ ഒരു ഐഡിയ മിസ്സിംഗ് ആവുന്നില്ല. അതായത് ഷൂട്ട് ചെയ്യാൻ പറ്റിയ അവസരം ഉണ്ടായിരുന്നു. വീണ്ടും ഒരു ചിപ്പിംഗ് പാസ്സാണ് അവിടെ കിട്ടുന്നതാണ് ലൂണയ്ക്ക്. അവിടെ ട്രൈ ചെയ്ത് വീണ്ടും ഇൻസൈഡിലേക്ക് തന്നെയാണ്. ഇവിടെ അവസരം ഒരു പ്ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻസൈഡിലാകുമ്പോൾ 4-5 പ്ലേയേഴ്സ് ഉണ്ട്. ഇവിടെ ഈസി ആയിട്ട് വേണമെങ്കിൽ ലെഫ്റ്റിലേക്ക് എടുക്കാമായിരുന്നു ലൂണയ്ക്ക്. അവസരം നഷ്ടപ്പെട്ടില്ല. ഓൾറെഡി ഔട്ട് ഓഫ് പൊസിഷനാണ് ഫോർ സിംഗ്. ഇന്ന് നല്ല ചാൻസുകളാണ് നഷ്ടപ്പെടുത്തി കളയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇവിടെ ഓപ്പണപ്പ് ആയിരിക്കുകയാണ് ഡിഫൻസ്. നല്ലൊരു മുന്നേറ്റം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ഗോവ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തിയ സമയത്ത് ഗോവ നടത്തിയ ആദ്യത്തെ ഗുഡ് മൂവ് ആണെന്ന് പറയാം. പക്ഷെ ആ മൂവ് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന്റെ റൈറ്റ് ഭാഗം മുഴുവൻ ഓപ്പണപ്പ് ആയിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് ടച്ച് കുറച്ച് ഔട്ടുള്ള കാരണമാണ് രക്ഷപ്പെട്ടു പോകുന്നത്. അത് കറക്റ്റ് ടച്ച് ആയിരുന്നെങ്കിൽ ഡേഞ്ചറസ് ആകുമായിരുന്നു. അതായത് പോസ്റ്റിലേക്ക് അടിക്കാൻ പറ്റിയ അവസരം ഉണ്ടായിരുന്നു. ആ ടച്ച് നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അവരുടെ സൈഡ് ഹെഡിങ് ആയത്. കഴിഞ്ഞ മത്സരത്തിൽ ഈ പോയിന്റ് നമ്മൾ സൂചിപ്പിച്ചതാണ്. ലോങ് ലീഗ്സ്, കോമ്പറ്റീറ്റീവ് ലീഗ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഗോളുകൾ വഴങ്ങാതിരിക്കലാണ്. ആക്രമണങ്ങൾ നിരന്തരമായി നടത്തുമ്പോഴും മൈൻഡ് യു നിങ്ങളുടെ ഓൺ ഡിഫൻസ്, നിങ്ങളുടെ ഓൺ ഗോൾ പോസ്റ്റ് സുരക്ഷിതമായി നിർത്തുക എന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇരിക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് മാത്രമാണ് ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഒരു പന്ത് വന്നു കഴിഞ്ഞാൽ അത് കൗണ്ടറായി മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെയാണ് ക്വാളിറ്റി കാണിക്കേണ്ടത്. അവരെ ഓപ്പണായി കിട്ടിയ ചാൻസ് പുറത്തേക്ക് അടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ്. ആദ്യ പകുതിയുടെ 20 മിനിറ്റുകൾ കടന്നു പോകുന്ന കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സും FC ഗോവയും ഗോളുകൾ അടിക്കാതെ ഗോൾ ഇൻസൈഡിലേക്ക് കട്ട് ചെയ്യുന്നു. പക്ഷേ അവിടെ ആ ഇൻസൈഡ് കട്ട് ചെയ്യുമ്പോഴേക്കും ഓഫ് ബാലൻസ് ആയി പോവുകയാണ്. അത് തന്നെയാണ് അവിടെ ഒരു